വി-ഗാർഡ് ഗ്രൂപ്പിൻ്റെ ഒരു വളർച്ചയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ വർഷങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്തിരുന്നത്. പിന്നീട് പല പല മാനേജർമാരും സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടുത്തെ ഡേ ടു ഡേ ഒരു ജോലി ഇല്ലാതായി. അതായത് ഞാനില്ലെങ്കിൽ തന്നെ അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും എന്നുള്ള സ്റ്റേജായി. കാരണം ധാരാളം മാനേജേഴ്സുണ്ട്, അതിന് താഴെ ധാരാളം സ്റ്റാഫ് അംഗങ്ങളുണ്ട്. അപ്പോഴാണ് ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് വേറെ എന്തെങ്കിലും പുതിയൊരു പ്രോജക്റ്റിലേക്ക് കിടക്കാൻ പറ്റുമോ. അങ്ങനെയാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ആലോചിച്ചത്. വിദേശത്തൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോവുക എനിക്കൊരു ഹരമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും അതുപോലെ ചെറുതായിട്ട് ഒരെണ്ണം തുടങ്ങിക്കൂടാ എന്ന് ആലോചിച്ചു. പിന്നെ എനിക്കൊരു താല്പര്യമുള്ളത് ഈ കൺസ്ട്രക്ഷൻ എനിക്ക് വലിയ താല്പര്യമാണ്. അത് ഞാനൊരു ആർക്കിടെക്റ്റ് അല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എൻ്റെ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയത്. തുടക്കത്തിൽ എല്ലാവരും അത് ഡിസ്കറേജ് ചെയ്തിരുന്നു. കാരണം ഇത് കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ളൊരു അഭിപ്രായം പലരും പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ വിജയിച്ചു. അതിനുശേഷം വി-ഗാർഡ് ഗ്രൂപ്പ് ബാംഗ്ലൂർ തുടങ്ങി, വണ്ടർല, അത് വിജയിച്ചു. ഇനിയിപ്പോൾ ബോംബെ തുടങ്ങാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ഷീല, ഇളയ മകൻ മിഥുൻ, മൂത്ത മകൻ ബാംഗ്ലൂരാണ് അരുൺ, അയാളുടെ വൈഫ് പ്രിയ. ഞങ്ങളുടെ വിവാഹം 1977 ഇതൊരു ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് ജസ്റ്റ് 6 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ ഇൻഡസ്ട്രി തുടങ്ങിയ ഒരു തിരക്കിലും ബഹളത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഷീലയ്ക്ക് അതങ്ങനെ അധികം ഹണിമൂണൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖം ഇന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് വെറും 6 മാസമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ കുട്ടികളെയൊക്കെ വളർത്തുന്ന കാര്യത്തിൽ ഷീലയാണ് കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ ബിസിനസ്സും ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ നടക്കുകയും യാത്രയും അങ്ങനെയൊക്കെ വന്ന കാരണം കൊണ്ട് അത്രയ്ക്കധികം അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. തന്നെയല്ല, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട്, ഞാൻ എൻ്റെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പല ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയും ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും വീട്ടിൽ സമയം ചെലവഴിക്കാനായിട്ട് കിട്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വച്ചപ്പന് അധികം സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെ ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും ഒരു ഫാമിലി ഓറിയൻറ്റഡ് മാനായിരുന്നു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. പിന്നെ വച്ചപ്പ പറഞ്ഞ ഹണിമൂൺ ആഘോഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാനന്ന് വളരെ സത്യം പറഞ്ഞാൽ 100% ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ സമയം കിട്ടാത്തത്. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വച്ചസാഹിബിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജീവിതം ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ കുടുംബത്തിനും അല്ലെങ്കിൽ വീടിനും വീട്ടുകാർക്കും വേണ്ടി വളരെയധികം സമയം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഓഫീസ് കാര്യങ്ങളുണ്ട്, എന്നാൽ അതിനൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളും കൂടെ അതിനും കൂടെ പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത രീതിയായിരുന്നു. പിന്നെ വീട്ടിൽ വരുന്നവരെ വേണ്ട വിധം സ്വീകരിക്കാനും അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനും
കുട്ടികളാണെങ്കിൽ അവരെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനും അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഡാഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് മാർക്കൊക്കെ കുറഞ്ഞാലാണ് വഴക്ക് കേൾക്കുക. എനിക്കങ്ങനെ മാർക്ക് കുറഞ്ഞാലൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയം സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലാണ് മെയിനായിട്ട് വഴക്ക് കേൾക്കുക. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഡാഡി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അല്ലാണ്ട് സ്റ്റഡീസിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻ്റർഫിയർ ചെയ്തിരുന്നില്ല. ഒരു ആവറേജ് മാർക്ക് കിട്ടിയാൽ ഇറ്റ് വാസ് ഓക്കെ അറ്റ് ഹോം, അങ്ങനെ ഒരു ഇതായിരുന്നു. ഷീല നന്നായിട്ട് ചിത്രം വരയ്ക്കും, കൂടാതെ നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ്. നന്നായിട്ട് പാടും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചില ഡിബേറ്റൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് ചെറുതായിട്ടൊക്കെ പാടും. ജനം ഓടാറില്ല. അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയൊരുക്കി കളികൾ.